ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി പരിപാടിയാണ് ചെയ്യണേ. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചിയുടെ വണ്ടി ഇവിടെ ഉണ്ട്. സോ ദിസ് ഇസ് എ ഗ്ലാൻസ് ലൈക്ക് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് വണ്ടിയാണ്. ഇൻസ്റ്റാൾ ആൻഡ് ഇൻടേക്ക് എന്ന് വെച്ചാൽ സ്റ്റോക്ക് റിപ്ലേസ്മെന്റ് അല്ല, പ്രോപ്പർ ട്വിൻ കോണിക്കൽ ഇൻടേക്ക് ആണ് നമ്മുടെ ചേച്ചിയുടെ വണ്ടിയിൽ ചെയ്യാൻ പോണേ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഷീ ഡസന്റ് നോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എൻ ഇൻടേക്ക് ഡൺ ഫോർ ദ കാർ. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് സർപ്രൈസ് ചെയ്യാം. സോ ഇപ്പൊ എനിക്ക് കേശവേട്ടനെ പോയി കാണണം. നമ്മൾ ഇൻടേക്ക് ജാപ്റ്റ്യൂണിലാണ് ചെയ്യണം. അപ്പൊ ഫിൽറ്ററും സാധനങ്ങളെല്ലാം സോഴ്സ് ചെയ്തേക്കുന്ന ചേട്ടനാണ്. സോ വി ഹാവ് ടു ഗോ ടു ദ ഗരാജ് ആൻഡ് ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കാം. സോ ലെറ്റ്സ് ഗോ. എന്താ പറയുക, നമ്മളിത് അവിടെ ജനത ഗാരേജിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇനി കേശവേട്ടൻ എത്തുന്ന വരെ വെയിറ്റ് ചെയ്യണം. പൈപ്പ് നമ്മൾ കോയമ്പത്തൂരിൽ എന്തുകൊണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഇൻടേക്ക് ഫിക്സ് ചെയ്യണം. ആൻഡ് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് പെർഫോംസ് ആൻഡ് ഹൗ ഇറ്റ് സൗണ്ട്സ്. കേശവേട്ടനോട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അക്കോർഡിന്റെ പണി നടക്കുന്നുണ്ട്. സോ നമ്മളിതിൽ ഡയ ആണ് ഇൻസ്റ്റാൾ ചെയ്യണേ. എന്റെ പൈപ്പ് ഓടിക്കുന്നുണ്ട്. അതാ ചേട്ടന്റെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട്. സൈനുത്ത അവിടെ എവിടെ ഇരിക്കുന്നുണ്ട്. സോ കുറെ പേര് എന്റെ വണ്ടികളൊക്കെ എവിടെയാ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മിക്ക വണ്ടികളും നമ്മുടെ മൾട്ടി ബ്രാൻഡഡ് വർക്ക്ഷോപ്പ്, അതായത് ജനതാ ഗാരേജിലാണ് സാധനം വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഒളരി എൽത്തുരുത്ത് ആ ഒരു സൈഡിലാണ്. ആൻഡ് നിങ്ങൾ എന്താ പറയാ, ഓൺലൈൻ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും ജനതാ ഗാരേജ് മൾട്ടി ബ്രാൻഡഡ് വർക്ക്ഷോപ്പിന്. സോ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇൻടേക്ക് ഫിറ്റ് ചെയ്യേണ്ടാവും. സോ നമ്മൾ വണ്ടി ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുത്തിട്ട് അതിന്റെ ഇൻടേക്കിൽ കുറച്ച് ക്ലാമ്പ് അങ്ങനെ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് പോകണം. അവിടെ അനുപേട്ടനുണ്ട്, ആളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും സെറ്റാക്കുന്നതും. പിന്നെ കല്യാണി കുട്ടി അവിടെ എടുക്കുന്നുണ്ട്. ഇൻടേക്കിന്റെ ചെറിയൊരു ക്ലാമ്പ് ഫിക്സ് ചെയ്യാണ്ട് അതിനു വേണ്ടി വണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്ഥലം ചോദിച്ചാൽ എനിക്ക് വലിയ പ്രത്തില്ല. ബട്ട് ഇവിടെയാണ് നമ്മൾ അതിന്റെ ഇൻടേക്കിന്റെ ക്ലാംസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ മുടിയൊക്കെ നല്ല ഷോ ആയിട്ടുണ്ട്. അതാണ് അവസ്ഥ. നമ്മൾ സക്സസ്ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഈ മൗണ്ടിൽ നിന്ന് ഊരെടുത്തിട്ട് നമ്മുടെ പുതിയ ഫിൽറ്ററിന്റെ പൈപ്പ് അടിക്കണം, എന്നിട്ട് ഫിൽറ്റർ ഫിറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഫിൽറ്റർ നമ്മൾ ഊരെടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് ഫിൽറ്റർ ബോക്സ് നമ്മൾ ഊരെടുത്തിട്ടുണ്ട്. അവിടെ ആ ഒരു സ്ഥലത്താണ് നമ്മുടെ പുതിയ പൈപ്പിംഗ് വരാം. അപ്പുറത്തെ സൈഡിലേക്കാവും ഇൻടേക്ക് വരാം. സോ ആ ഒരു ഫിൽറ്റർ ബോക്സ് എടുത്തപ്പോൾ തന്നെ കണ്ടോ, എഞ്ചിൻ നല്ല ക്ലീൻ ലുക്ക് ഉണ്ട്. സോ നമ്മളിപ്പോൾ നമ്മുടെ വാട്ട് യൂസ് ചെയ്യും പൈപ്പിങ്ങിൽ ക്ലാമ്പ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. മാർക്കിങ്ങും സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഗൈസ് ചെറുതായിട്ടൊന്ന് പണി പാളി. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന സ്പാനർ എഞ്ചിൻ്റെ താഴേക്ക് പോയി. ബേയുടെ താഴെയാണ്, അവിടെയാണ് കിടക്കണേ. അത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുക്കണം. നമ്മൾ ഫിൽറ്ററിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് ഇനി മെയിനായിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാണ്. സാധനൻ്റെ വിരലേക്ക് ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ യെസ്, പവർഡ് ബൈ BMC. വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നൗ ഇൻടേക്കിന്റെ സൗണ്ട് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം ഇൻടേക്കിന്റെ സൗണ്ട്. എങ്ങനെയുണ്ട് സാധനം? ഫിൽറ്റർ ഫിറ്റ് ചെയ്തു. നമുക്ക് പെർഫോമൻസ് നോക്കാം. നമുക്കിവിടെ ഒരു എന്താ പറയാ ബ്രേക്കപ്പ് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ അതിനുവേണ്ടി എനിക്ക് കണ്ട സാധനം ഫിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഫൈനലായിട്ട് റിസൾട്ട്. നമ്മൾ അതിൽ ജാപ്പിയുടെ സ്റ്റിക്കർ ഒക്കെ കൊടുക്കുന്നതായിരിക്കും. സോ ഇനി വീട്ടിൽ പോയിട്ട് ചേച്ചിയുടെ റിയാക്ഷൻ എടുക്കാം. പിന്നെ അളിയന്റെ റിയാക്ഷൻ നമുക്ക് സെറ്റ് ആക്കണം. സോ ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. നമ്മള് വണ്ടിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങടായോ ഫ്രണ്ടിക്കാ അടുത്തേക്കാ, കുറച്ചുകൂടെ അടുത്തേക്കാ, ഈ സൈഡിക്കായോ? ഓക്കെ, നമ്മള് ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. നമ്മൾ BMCയുടെ എയർ ഫിൽറ്റർ ആണ്. ജേസി പറയണ്ടെന്നില്ലേ വണ്ടിക്ക് പവർ ഓവറാണ്. ഓടിച്ചു നോക്കി നോക്കണം, അത് കഴിഞ്ഞിട്ട് പറയണം. സൗണ്ട് എങ്ങനെയുണ്ട്? അല്ല മെല്ലെ ഓടിക്കുമ്പോ വരില്ല. നമ്മൾ ഈ ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ സൗണ്ട് വരും.
എങ്ങനെയുണ്ട് സാധനം? ആൾക്കാരുടെ അടി കിട്ടും എനിക്ക്. ചേച്ചിയുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട് സാധനം? ആക്ച്വലി എങ്ങനെയുണ്ട്? നീ ഓടിക്കുന്ന വണ്ടികളെ പോലെ ഉണ്ട്. നിന്റെ ഒരു ഇതിൽ നിൽക്കുന്ന സാധനമല്ല എനിക്ക് വേണ്ട. പെർഫോമൻസ് കൂടും, മൈലേജ് കൂടും. അളിയന് ഇഷ്ടപ്പെട്ടു. എപ്പോഴാ കാണിച്ചത്? അളിയനെ അപ്പൊ തന്നെ വീഡിയോ എടുത്ത് കാണിച്ചെടുത്തു. നാളെ ഓടിച്ചോട്ടെ ഞാൻ. കറന്റ്ലി ചേച്ചിക്ക് മോഡിഫിക്കേഷൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഫോർ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് അളിയന് ഞാൻ ഈ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഓൾസോ ലൈക്സ് എന്താ പറയാ ആഫ്റ്റർ മാർക്കറ്റ്. ആൻഡ് ഇറ്റ് സൗണ്ട്സ് ഗുഡ്. വണ്ടി ഓടിക്കുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഒരു ഫീൽ അറിയാം. ലൈക്ക് അണ്ടർ ലോഡാണ് വണ്ടിയുടെ ശരിക്കും ആ ഒരു പെർഫോമൻസിന്റെ അറിയാം. ദിസ് ഇസ് ആക്ച്വലി എ ലീഗൽ മോഡിഫിക്കേഷൻ. എയർ ഫിൽട്ടർ മാറ്റാം, അതുപോലെ എന്താ പറയാ സ്പാർക്ക് പ്ലഗ്സ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ് ഇസ് പ്രിറ്റി ലീഗൽ. ആൻഡ് ഇത് വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ആൻഡ് വീഡിയോ ഞാൻ കട്ട് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ എനിക്ക് തെറിയുടെ പൂരായിരിക്കും. സോ ഇഫ് യു ഡോണ്ട് സീ മീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ജസ്റ്റ് കൺസിഡർ ദാറ്റ് ഐ ആം ഡെഡ്. So guys, thanks for watching.